Good morning, dear students. Welcome back to our discussion. We were talking about the theoretical perspectives in sociology. പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങളെല്ലാവരും ഇമാജിൻ ചെയ്യുക, നമ്മളെല്ലാവരും ഒരു വെളുത്ത കണ്ണട, അതായത് പ്ലെയിൻ ഗ്ലാസ് ധരിച്ചുകൊണ്ടാണ് സൊസൈറ്റിയെ നോക്കുന്നത് എന്ന്. എല്ലാവരും ഒരേ ടൈപ്പ് കാഴ്ചകളായിരിക്കും ചുറ്റുപാടും നോക്കുമ്പോൾ കാണുന്നത്. ഈ വെളുത്ത ഗ്ലാസ്സിലൂടെ കാണുന്ന ഞാൻ കാണുന്നതും നിങ്ങൾ കാണുന്നതും നമ്മൾ ഓരോരുത്തരും കാണുന്നതും സെയിം വ്യൂസ് ആയിരിക്കും, സെയിം കളേർഡ് വ്യൂസ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ലെറ്റ് us all view our society like this. വളരെ സമത്വസുന്ദരമായിട്ടുള്ള, എല്ലാവരും ഐക്യത്തോടു കൂടെ മനോഹരമായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മളെല്ലാവരും ഒരൊറ്റ കണ്ണടയിലൂടെ കാണുന്നത്. Now let us wear different colored glasses. There are different variety of colors over here. You each can choose one by one. So we will be viewing our surroundings in different colors. പലരും പല വ്യത്യസ്തമായ നിറങ്ങളിലാണ് നമ്മുടെ ചുറ്റുപാടുകളെ കാണുന്നത്. ഒരിക്കലും അത് യൂണിഫോം ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കില്ല. So as far as sociology is concerned, different perspectives are explaining the same society in their different viewpoints. Okay, so ഈ ഒരു വ്യൂ പോയിൻറ്റിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. Sociological perspective is important because it provides a different way of looking at familiar worlds. It allows us to gain a new vision of social life. Their employment, income, education, gender, age and race, വ്യത്യസ്തമായ തലങ്ങളിൽ ആളുകളുടെ ബിഹേവിയറും അവരുടെ സോഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസുകളും പൊസിഷൻസും എല്ലാം തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. Now we are going to talk about the evolutionary perspective. Evolutionary perspective is to consider all behaviors as a result of evolutionary processes. This perspective takes the stance that the behaviors came into existence as a result of adaptations to living conditions. നിങ്ങൾക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ പാറ്റേനെയും പല്ലീനെയും അങ്ങനെയുള്ള കാര്യങ്ങളിനെയൊന്നും പേടിയുണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല, അവെയർനെസ് ഇല്ല. അതെന്ത്, അതിനെ തൊട്ട് കഴിഞ്ഞാലോ അത് കടിച്ചു കഴിഞ്ഞാലോ എന്താണ് സംഭവിക്കുക എന്നതിനെ പറ്റിയിട്ട് അറിയില്ല. ബട്ട് ഗ്രാജുവലി ആസ് വി ഗ്രോ അപ്പ് നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. സോ വി വിൽ ബി ഫോമിങ് സം ടൈപ്പ് ഓഫ് ഫോബിയാസ് ഓർ ഫിയേഴ്സ് ഔട്ട് ഓഫ് ദാറ്റ്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ പല ബിഹേവിയേഴ്സും എന്നാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പം പരിണാമം കൊണ്ടുണ്ടായിട്ടുള്ള ബിഹേവിയറിസത്തിനെ പറ്റിയിട്ടൊക്കെയാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് പഠിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻ്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇറ്റ് ഈസ് എ മൈക്രോ ലെവൽ തിയറി that focuses on the relationship among individuals within a society. It is the study of how individuals shape society and are shaped by society through meaning that arises in interactions. ഇതൊരു വളരെ സൂക്ഷ്മമായിട്ടുള്ള പഠനമാണ്. എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഓരോ മനുഷ്യൻ്റെയും സ്വഭാവ സവിശേഷതകൾ രൂപപ്പെട്ടു വരുന്നത്, എങ്ങനെയാണ് സൊസൈറ്റി അവരെ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അനുസൃതമായി നമ്മൾ രൂപപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് മൈക്രോ ലെവലിൽ നിന്നുകൊണ്ട് പഠിക്കുന്നതിനെയാണ് ഇൻ്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. സൊസൈറ്റി ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് പാർട്സ് ദാറ്റ് വർക്ക് ടുഗെദർ ഇൻ ഹാർമണി ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആൻഡ് സോഷ്യൽ ഇക്വിലിബ്രിയം ഫോർ ദ ഹോൾ. This approach looks society through a macro level orientation and broadly focuses on the social structures that shape society as a whole. ഒരു സൊസൈറ്റിയെ മുഴുവനായിട്ട് പഠനവിധേയമാക്കുക എന്നുള്ളതാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ലക്ഷ്യമിടുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു കാർ എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടാണ് നോക്കിക്കാണുന്നത്. കാറിന് വിവിധങ്ങളായിട്ടുള്ള പാർട്സ് ഉണ്ട്. ഈ പാർട്സ് എല്ലാം കൂടെ അസംബിളായി ഒരുമിച്ച് ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്
കാറ് എന്ന് പറയുന്ന യന്ത്രം ഫങ്ഷണൽ ആവുന്നത്. അപ്പം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സൊസൈറ്റി എങ്ങനെയാണ് ഒരുമിച്ച് ഒരൊറ്റ സൊസൈറ്റിയായി വർത്തിക്കുന്നത് എന്നാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പഠനവിധേയമാക്കുന്നത്. Next is conflict perspective. It focuses on the competition between groups within society over limited resources. Conflict theory views social and economic institutions as tools of struggle between groups or classes used to maintain inequality and the dominance of the ruling class. നാം പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെയല്ല മിക്ക സൊസൈറ്റികളിലും മത്സരബുദ്ധിയോടുകൂടെ റിസോഴ്സസിനെ, വിഭവങ്ങളെ സമീപിക്കുന്ന വ്യക്തികളെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക, അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിരിക്കും കാണാൻ കഴിയുക. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് ഇത്തരം കോമ്പറ്റീഷനാണ്. ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട്, അതായത് ദുർലഭമായിട്ടുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം പോരാടുകയും മത്സരിക്കുകയും ചെയ്യുന്ന വിവിധ വ്യക്തികളുടെ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഊന്നൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. സോഷ്യോളജി ഈസ് എ കോൺഫ്ലിക്റ്റ് തിയറി ആൻഡ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് വിച്ച് ഒബ്സർവ്സ് ജെൻഡർ ഇൻ ഇറ്റ്സ് റിലേഷൻ ടു പവർ ബോത്ത് അറ്റ് എ ലെവൽ ഓഫ് face-to-face interaction and reflexity within a social structure at large. Focuses include sexual orientation, race, economic status and nationality. സോഷ്യോളജി എന്നത് പ്രധാനമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആണെന്നും ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ലിംഗപരതയും അതുപോലെ തന്നെ അധികാരവും തമ്മിലാണ് എന്നുമാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് അഡ്രസ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റു മേഖലകളെന്ന് പറയുന്നത് വംശീയതയും സാമ്പത്തിക അസമത്വങ്ങളും ദേശീയതയിൽ ഉണ്ടാകുന്ന വേർതിരിവുകളും എല്ലാം തന്നെയാണ്. അപ്പം എവിടെയൊക്കെ അസമത്വങ്ങളുണ്ടോ അവിടെയൊക്കെ ഫെമിനിസം എന്ന വാദത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് അവകാശപ്പെടുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. അതിൻ്റെയൊക്കെ ഒരു ബ്രീഫായിട്ടുള്ള രൂപം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ ക്ലാസ് വർക്ക് ചെയ്യുക.